യെസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ബീഫ് കൊണ്ടുള്ള ഒരു അടിപൊളി മന്തിൻ്റെ റെസിപ്പിയാണ്. നല്ല സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും. അപ്പോൾ 1 കിലോന് ബീഫ് ഇതാ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുക്കറിലാണ് ഈ ഒരു ബീഫ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അര സവാള, ഒരു ഉള്ളിയുടെ പകുതി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ മന്തി മസാല. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഈ ഒരു ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവാനുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ബീഫിന് 4 വിസിൽ വന്നപ്പോൾ എനിക്ക് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ബീഫ് ഇപ്പം നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ബീഫിൻ്റെ പീസ് മാത്രം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിൻ്റെ ചാറ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പം ഈ ഒരു പീസെല്ലാം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ പീസുകളെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് 2 സൈഡും ഒന്ന് കളറ് മാറിയാൽ മതി. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലിട്ടിട്ട് ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് സമയം ബീഫ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. 2 സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് സമയം എണ്ണയിലിട്ടാൽ ഡ്രൈ ആയി പോകും നമ്മുടെ ബീഫ്. അപ്പോൾ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് എടുക്കാം. 3 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം കഴുകി 1 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ അരി വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കഷ്ണം പട്ട, ഗ്രാമ്പൂ 2 എണ്ണം, 2 ഏലക്ക, ബേ ലീവ്സ്. നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു റൈസ് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റൈസ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പയിലോട്ട് മാറ്റാം. ഇനി ഈ ഒരു പാത്രത്തിൽ തന്നെ ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. നമ്മൾ ബീഫ് ഫ്രൈ ചെയ്ത ഈ ഒരു ഓയിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചെറുതാക്കി ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. 1 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 1 തക്കാളി ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തക്കാളിയും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ക്യാപ്സിക്കം ഇതുപോലെ ഈ ഒരു സൈസ് തന്നെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാലയിലേക്ക് 1 ഉണക്ക നാരങ്ങ, അതുപോലെ തന്നെ 10-15 കുരുമുളക് മുഴുവനായിട്ടുള്ളത്, പിന്നെ 1 മാഗിയുടെ കട്ട, പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മന്തി മസാല. അത് നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള മസാലയാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. എല്ലാം കൂടെ ഒന്നങ്ങ് ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ബീഫ് വേവിച്ച ഈ ഒരു ചാറ് ഇതിലേക്ക് മുഴുവനായിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് റൈസ് ഇട്ടിട്ട് നമുക്ക് ദം ചെയ്യാം. അപ്പോൾ കുറച്ച് റൈസ് ആദ്യം ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കളർ ചേർക്കുന്നുണ്ട്. റെഡ് ടു യെല്ലോ കളറാണ് ചേർക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മന്തിയുടെ മസാല എല്ലായിടത്തും ഒന്നങ്ങ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. വീണ്ടും റൈസ് ഇട്ടിട്ട് നമുക്കിത് ദം ചെയ്യാം. പിന്നെ കുറച്ച് കണൽ വെച്ചിട്ട് ഇതൊന്ന് പുകയിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് 1/2 മണിക്കൂറാണ് ഞാനിത് ദം ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഗ്യാസ് സ്റ്റൗവിൽ അടിയിൽ എന്തെങ്കിലും പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു പാത്രം വെച്ചിട്ട് മുകളിൽ കുറച്ച് കണലും കൊടുത്തിട്ടാണ് ഞാൻ ദം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ദം ചെയ്തത്. 1/2 മണിക്കൂറാണ് ദം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. മണിക്കൂറാണ് മന്തി ദമ്മിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണിപ്പോൾ ദമ്മ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. മുകളിൽ 3-4 പച്ചമുളക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി എല്ലാം കൂടെ അടിയിൽ നിന്ന് മുകളിലോട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്യാം. ദമ്മിൽ കിടന്നിട്ട് നമ്മുടെ ബീഫ് ഒന്നും കൂടി നല്ലോണം സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ബീഫ്.
അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഈ ഒരു ബീഫ് മന്തി കഴിക്കാൻ. അപ്പോൾ നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.